കാത്തിരിപ്പിനൊടുവിൽ തണ്ണീർമുക്കം ബണ്ട് നാളെ തുറക്കും. ഒരു മാസം വൈകിയാണ് ബണ്ട് തുറക്കുന്നത്. വേമ്പനാട്ട് കായലിലും കായലിലേക്ക് ചേരുന്ന മറ്റ് നദികളിലെയും ജലനിരപ്പ് താഴ്ന്നു നിൽക്കുന്നതിനാൽ സാധാരണയിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇളുപ്പുവെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പർ കുട്ടനാടൻ മേഖലയിൽ കൊയ്ത് പൂർത്തീകരിക്കാൻ വൈകിയതാണ് ബണ്ട് തുറക്കൽ വൈകിപ്പിച്ചത്. കാർഷിക കലണ്ടർ പാലിച്ച് ബണ്ട് തുറക്കാൻ നടപടി വേണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു. കാർഷിക കലണ്ടർ പ്രകാരം മാർച്ച് പകുതി കഴിയുമ്പോൾ തുറക്കേണ്ട തണ്ണീർമുക്കം ബണ്ട് ഇത്തവണയും ഒരു മാസം വൈകിയാണ് തുറക്കുന്നത്. ബണ്ട് തുറക്കാൻ വൈകുന്നതോടെ വേമ്പനാട്ട് കായലിൽ ഉൾപ്പെടെ ജലമലിനീകരണം രൂക്ഷമാവുകയും മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. കോട്ടയം, ആലപ്പുഴ ജില്ലാ കളക്ടർമാരും ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് ബണ്ട് തുറക്കാൻ തീരുമാനിച്ചത്. അപ്പർ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ കൊയ്ത്ത് പൂർത്തീകരിക്കാൻ വൈകിയതാണ് ഈ വർഷവും ബണ്ട് തുറക്കാൻ വൈകാൻ കാരണം. മത്സ്യത്തൊഴിലാളികൾക്ക് വല നീട്ടാനും ഉപജീവന മാർഗത്തിനൊന്നും പോകാനായിട്ടുള്ള ഇതില്ല. ഇത് പണികളൊന്നും നടക്കുന്നില്ല. ഷട്ടർ ഇട്ടത് കാരണം നമുക്ക് പായലിൻ്റെയും ഇതിൻ്റെ പായൽ ചീഞ്ഞും നമ്മളെ പുറത്തേക്ക് ഇറങ്ങാവുന്ന സ്ഥിതിയല്ല. ഇപ്പോൾ ഒരു മാസം താമസമായി ഷട്ടർ പോക്കാനായിട്ട്. അതേസമയം കാർഷിക കലണ്ടർ കൃത്യമായി പാലിച്ച് ബണ്ട് തുറക്കാനും അടയ്ക്കാനും നടപടി വേണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു. ബണ്ട് തുറക്കാൻ വൈകുന്നത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ വെള്ളം വലിയ തോതിൽ താണിരിക്കുന്ന ഈ സമയത്ത് ഷട്ടറുകൾ തുറക്കുന്നത് മൂലം ഉപ്പുവെള്ളം വലിയ തോതിൽ കയറുകയും മീനച്ചിലാറിൽ ഉൾപ്പെടെ ഉപ്പുവെള്ളം എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യമാണ് എത്തിയിരിക്കുന്നത്. ഈ പറയുന്ന ഷട്ടറുകൾ തുറക്കുന്നതിനുള്ള ഒരു മുന്നൊരുക്കവും ചെയ്യുന്നതിന് സാധിച്ചിട്ടില്ല. ഓരുമുട്ടുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബണ്ട് തുറക്കാൻ വൈകിയതോടെ വേമ്പനാട്ട് കായലിലും സമീപ ആറുകളിലും തോടുകളിലും ജലമലിനീകരണം രൂക്ഷമായി. പോളയും പായലും നിറഞ്ഞ് ജലഗതാഗതം തടസ്സപ്പെടുകയും മത്സ്യസമ്പത്തിനെ ബാധിക്കുകയും ചെയ്തു. ബണ്ട് തുറക്കുന്നതോടെ ഇതിന് പരിഹാരമാകുമെങ്കിലും നിലവിൽ ജലനിരപ്പ് താഴ്ന്നു നിൽക്കുന്ന ആറുകളിലേക്കും തോടുകളിലേക്കും ഉപ്പുവെള്ളം കലരുന്നത് ശുദ്ധജല ലഭ്യതയ്ക്ക് വെല്ലുവിളിയാകുമെന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം.